ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ, കഴിഞ്ഞയാഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, മലയാളികൾ ഷെയർ മാർക്കറ്റിനോട് മുഖം തിരിക്കുന്നുവെന്ന്. ആ വീഡിയോക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. അതിനോടൊപ്പം കൂടുതൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചാനലിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ വീഡിയോ കാണാത്തവർ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. വെൽക്കം ടു ബാബ്സ് വേൾഡ്. മീ മൈസെൽഫ്, ബാബർ മാളിയേക്കൽ. എപ്പോഴും പറയാറുള്ളത് പോലെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള സംശയങ്ങൾ നേരിട്ടും കമൻറ്റ് ബോക്സിലുമായി ചോദിച്ചിരുന്നു. അതിനോടൊപ്പം ചില മോശം കമൻറ്റുകളും വന്നിരുന്നു. അതൊന്നും കാര്യമാക്കുന്നില്ല, മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ ചോദിച്ച സംശയങ്ങൾക്ക് ഒരു വിശദീകരണം നൽകാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഒരു സുഹൃത്ത് ചോദിച്ചത്, NRI സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ പറ്റും. പക്ഷേ എന്തിനാണെന്ന് വെച്ചാൽ ചില നിബന്ധനകൾ ഉണ്ട്. ആദ്യ നിബന്ധന, ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിൽ നിന്ന് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ സാധിക്കുകയില്ല. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഫുൾ ടൈം ബ്രോക്കർ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ICICI, HDFC, ജിയോജിത്, ചോയ്സ് തുടങ്ങിയ ബാങ്കുകൾ വഴി മാത്രമേ പറ്റുകയുള്ളൂ. അതിലുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്നാൽ ഫുൾ ടൈം ബ്രോക്കർ വഴി ട്രേഡ് ചെയ്യുമ്പോൾ വൻതോതിലുള്ള ബ്രോക്കറേജും ടാക്സും കൊടുക്കേണ്ടതായി വരും. അതുകൂടാതെ ഡേ ട്രേഡിംഗ് അനുവദനീയമല്ല. ഇൻട്രാഡേ ചെയ്യാൻ സാധിക്കില്ല. ഷോർട്ട് സെല്ലിംഗ് സാധിക്കുകയില്ല. ഒരു ഷെയർ മേടിച്ചാൽ 2-3 ദിവസം കഴിഞ്ഞ് മാത്രമേ വിൽക്കുവാൻ കഴിയുകയുള്ളൂ. RBIയുടെ റൂൾ പ്രകാരം ഒരു പരിധിയിൽ കൂടുതൽ ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാൻ കഴിയുകയില്ല. അത്തരം നിബന്ധനകൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് ബാധകവുമല്ല. ഇനി ഡിസ്കൗണ്ട് ബ്രോക്കറിൽ നിന്ന് അക്കൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള, നമ്മളെ വീട്ടിലുള്ള ആരുടെയെങ്കിലും പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് ആരംഭിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. രണ്ടാമത്തെ ചോദ്യം ഒരു തുടക്കക്കാരൻ്റെ ചോദ്യമാണിത്. ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം എത്ര രൂപ വേണ്ടിവരും ട്രേഡ് ചെയ്യാൻ? അതിനുള്ള മറുപടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ കൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിയും. അതിനൊരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ ആ 100 രൂപ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. വേറൊരാൾ ചോദിച്ചത്, ഒരാൾക്ക് എത്ര ഡിമാറ്റ് അക്കൗണ്ട് വരെ ഹോൾഡ് ചെയ്യാം? വളരെ പ്രസക്തമായ ചോദ്യം. കാരണം പല ബ്രോക്കർമാരും പലതരത്തിലുള്ള ഫെസിലിറ്റികളും കസ്റ്റമർ സർവീസുമാണ് നൽകുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. 8 ഡിമാറ്റ് അക്കൗണ്ട് വരെ ഒരാൾക്ക് ഹോൾഡ് ചെയ്യാം. പക്ഷേ ഒരു ബ്രോക്കറുടെ കീഴിൽ ഒരു അക്കൗണ്ട് മാത്രമേ എടുക്കുവാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന്, എനിക്ക് 5 പൈസയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇനി ഒരെണ്ണം കൂടി എടുക്കാൻ കഴിയുകയില്ല. അടുത്ത സംശയം എന്നാൽ, ഡിമാറ്റ് അക്കൗണ്ടുകൾക്ക് AMC ഉണ്ടോ? എന്ന് വെച്ചാൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഉണ്ടോ എന്ന്. പല ബ്രോക്കർമാരും പലതരത്തിലാണ് AMC ചാർജ് ഈടാക്കുന്നത്. ഉദാഹരണത്തിൽ 5 പൈസയ്ക്ക് മാസം 45 രൂപ പ്ലസ് GST ആണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഈ മാസം ട്രേഡ് ചെയ്ത് അടുത്ത മാസം ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ചാർജുകൾ ഈടാക്കുന്നതല്ല. അതുകൂടാതെ ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ എടുക്കാം. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ആദ്യ വർഷം AMC ഇല്ല. 2ാം വർഷം മുതൽ വർഷത്തിൽ 450 രൂപയാണ് ഈടാക്കുന്നത്. എപ്പോഴും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ ആദ്യമായി നോക്കേണ്ടത് എത്രത്തോളം ആ ബ്രോക്കറെ ട്രസ്റ്റ് ചെയ്യാമെന്നാണ്. കാരണം ഒരുപാട് ബ്രോക്കേഴ്സ് ഈ മാർക്കറ്റിൽ കൂണുപോലെ മുളക്കുന്നുണ്ട്. എപ്പോഴും ലീഡിംഗ് ബ്രോക്കറെ സമീപിക്കുകയായിരിക്കും നല്ലത്. ഞാൻ ഉപയോഗിക്കുന്നത് 5 പൈസയും ഏഞ്ചൽ ബ്രോക്കിങ്ങും ആലിസ് ബ്ലൂവുമാണ്. ഇവർക്കെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ബ്രോക്കറേജ് ആണ്. 5 പൈസ 90 ദിവസം വരെ ലിവറേജും, അതുപോലെ മറ്റുള്ള ബ്രോക്കർമാർ വ്യത്യസ്ത രീതിയിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സുഹൃത്ത് ചോദിച്ചത്, NRI അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ കഴിയുമോ എന്നാണ്. ഉത്തരം, കഴിയുകയില്ല. അതിനായി സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ നിർബന്ധമാണ്.
വേറൊരു സംശയം ഒരാൾ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ആധാറും മൊബൈൽ നമ്പറുമായി ലിങ്ക് അല്ല, എന്താണ് ചെയ്യാൻ കഴിയുക എന്ന്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ബ്രോക്കർമാരുടെ അടുത്തും ഓൺലൈനിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ആധാറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം, അല്ലാതെ സാധിക്കുകയില്ല. നാട്ടിലെ അക്ഷയ സെന്ററുമായി ബന്ധപ്പെട്ടാൽ ഈ മൊബൈൽ നമ്പറും ആധാറും പെട്ടെന്ന് ലിങ്ക് ചെയ്യാൻ കഴിയും. ഇനി അതിന് സൗകര്യമില്ലെങ്കിൽ മാനുവലായും അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാം. അതിനായി അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫിൽ ചെയ്ത് കൊറിയറായി അയച്ചാലും ഓപ്പൺ ചെയ്യാൻ കഴിയും. മറ്റൊരു സംശയം ഒരാൾ ചോദിച്ചു, ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയറുകൾ മാറ്റാൻ കഴിയുമോ എന്ന്. വളരെ കുറച്ചു പേർ മാത്രം ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തരത്തിൽ ഷെയറുകൾ മാറ്റാൻ കഴിയും. ചില ബ്രോക്കർമാരിൽ നിന്ന് നല്ല സർവീസ് ലഭിക്കാതെയാവുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെ ഷെയറുകൾ ഗിഫ്റ്റായി കൊടുക്കാനും, അച്ഛൻ്റെ പേരിലുള്ള ഷെയറുകൾ മകൻ്റെ പേരിലോ മകളുടെ പേരിലോ മാറ്റാനും കഴിയും. അതിനായി ബ്രോക്കറുടെ കയ്യിൽ നിന്ന് അതിനുള്ള ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. ഏകദേശം എല്ലാ സംശയങ്ങൾക്കും മറുപടി തന്നു എന്ന് വിശ്വസിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയി ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം രാജേഷ് സാറിൻ്റെ മൊബൈൽ നമ്പറും കൊടുക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ്. അതിനോടൊപ്പം മാർക്കറ്റ് റിലേറ്റഡ് ആയ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ലഭിക്കുന്നതുമാണ്. ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് വിനിയോഗിക്കാം. അതുപോലെ കേരളത്തിലെ ഓഹരി വിപണിയെ പറ്റിയുള്ള ഏറ്റവും വലിയ ടെലഗ്രാം ചാനലായ കേരള ഓഹരി വിപണിയുടെയും KOV ട്രേഡേഴ്സ് കോർണറിൻ്റെയും ലിങ്കുകൾ താഴെ കൊടുക്കുന്നു. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും അതിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷനുകൾ അതിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ഒബ്സർവ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നതിനോടൊപ്പം വാറൻ ബഫറ്റ് പറഞ്ഞതോർക്കുക, മറ്റുള്ളവർ അത്യാർത്തി കാണിക്കുമ്പോൾ ഭയപ്പെടുക, മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ നിങ്ങൾ അത്യാർത്തി കാണിക്കുക. കൂടുതൽ വിശേഷങ്ങളും പുത്തൻ അറിവുമായി വരുന്നതുവരെ ഗുഡ് ബൈ.